അങ്ങനെ 19-ാം തീയതി രാത്രി ഇയാളെ തട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ വീട്ടിൽ കയറുന്നു. അന്ന് രാത്രി മുഴുവൻ ഈ ബിജു ജോസഫിൻ്റെ വീടിൻ്റെ പുറത്ത് ഇയാൾ പുറത്തിറങ്ങുന്നതും കാത്തിരുന്ന ഈ ജോമോൻ ജോസഫും കൂട്ടാളികളും, മുഹമ്മദ് അസ്ലവും ആഷിഖ് ജോൺസണും ജോമിൻ കുര്യനും അടങ്ങുന്ന സംഘം അവിടെ പുറത്ത് കാറിൽ വാനിലാണ് വിശ്രമിക്കുന്നത്. വാനിൽ വിശ്രമിച്ച് പുലർച്ചെ 4 മണിക്ക് ഇയാൾ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് ബിജു ജോസഫ്. ഇയാൾക്ക് തൊടുപുഴ ടൗണിൽ മറ്റ് കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ രാവിലെ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇയാൾ പോകുന്ന സമയം കൃത്യമായി കണക്ക് കൂട്ടി ഇവർ വാനിൽ അലാറം വെച്ച് കാത്തിരുന്നു. അങ്ങനെ 4 മണിക്ക് ഈ ബിജു ജോസഫ് അയാളുടെ ഇരുചക്ര വാഹനത്തിൽ തൊടുപുഴ ടൗണിലേക്ക് പുറപ്പെടുമ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ വെച്ച് ഈ സംഘം ഇയാളുടെ സ്കൂട്ടറിൽ വാനിടിപ്പിച്ച് വീഴ്ത്തുകയും ഇയാളെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ആദ്യം ആക്രമിക്കുകയും പിന്നീട് വാനിലേക്ക് വലിച്ചു കയറ്റുകയുമായിരുന്നു. അങ്ങനെ വാനിൽ വെച്ച് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നത് പോലീസ് സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇയാളെ വാനിൽ കയറ്റുകയും ഈ മുഹമ്മദ് അസ്ലവും ആഷിഖ് ജോൺസണും അടങ്ങുന്ന ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ കടുത്ത മർദ്ദനത്തിൽ ഇയാൾ കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുടെ കഴുത്ത് കുത്തിപ്പിടിക്കുന്നു, അതോടൊപ്പം നിലത്തിട്ട് ചവിട്ടുന്നു. ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ഇയാൾ അവിചാരിതമായി, ഇവർ പോലും വിചാരിക്കാതെ ഇയാൾ മരണപ്പെടുകയാണ്.